ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കലോത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ എനിക്കിന്ന് പരിപാടിയൊന്നുമില്ല, ഒരു പ്രോഗ്രാമുമില്ല. നാളെ മറ്റന്നാളൊക്കെ ആയിട്ടാണ് പ്രോഗ്രാം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കറങ്ങാൻ പോവാണ്. അതായത് ലുലു മാളിലൊക്കെ പോയിട്ട് ഒന്ന് ചുറ്റി അടിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളെ കലോത്സവ വേദിയിൽ നഗരിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇഡലിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. സാമ്പാറും ഇഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ലുലു മാളിൽ പോയി, അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഷോപ്പുകളെല്ലാം. നല്ല രസമായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. ലുലു മാൾ കണ്ടു തീർക്കാൻ തന്നെ ഒരു ദിവസം വേണം. എല്ലാം ഒന്നും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തില്ല, പക്ഷേ ഒരു 3 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്. പിന്നെ BT21 ഒക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഒരുപാട് കീ ചെയിൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാനായിട്ട്. അപ്പോൾ ഇതാ ഒരുപാട് സാധനങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വേറെ ഒരുപാട് സ്റ്റോറുകളിലൊക്കെ പോയി ഇതാ നമ്മളങ്ങനെ മുകളിലത്തെ ഫ്ലോറിലെത്തിയിട്ടുണ്ട്. പിന്നെ വിശന്നപ്പോൾ ഒരു ചിക്കൻ റാപ്പൊക്കെ കഴിച്ചു കേട്ടാ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് ഉച്ചക്ക് 2:30 ആയിട്ട് ഇറങ്ങുമ്പോൾ ബസ് നടത്തൊരു വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നു. എല്ലാം വിളമ്പിയിട്ടുണ്ടായിരുന്നു, കറികളൊക്കെ. എന്നിട്ട് നമ്മൾ ഇരുന്നതിന് ശേഷമാണ് ചോറ് വിളമ്പിയത്. നല്ല സാമ്പാർ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജല്ലേ, അവിടെ എൻ്റെ ഫ്രണ്ട് ശാംഭവിയുടെ സംഘഗാനം ഉണ്ടായിരുന്നു, സംഘഗാന മത്സരം. അപ്പം അവളുടെ പാട്ടൊക്കെ കേട്ടു. അങ്ങനെ അവരുടെ പാട്ടൊക്കെ കേട്ടു. അവർക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് അവിടുത്തെ ഒരു വലിയ ഊഞ്ഞാലാണ് കേട്ടോ. പിന്നെ രാത്രി ഫുഡ് കഴിച്ചു. ഭക്ഷണശാലയിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ കഴിച്ചത്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഇടിയപ്പമായിരുന്നു. ഇന്ന് നമുക്ക് സംസ്കൃത സംഘഗാനമാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് ചോറ് കഴിച്ചു. ഉച്ചക്ക് ശേഷമാണ് പരിപാടി, 3 മണിക്ക്. പിന്നെ പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ജയമാഷാണ് കേട്ടോ സംഘഗാനമൊക്കെ പഠിപ്പിക്കുന്നത്. എന്നെ അഷ്ടപതി പഠിപ്പിച്ചതും ജയമാഷ് തന്നെയായിരുന്നു. അങ്ങനെ പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് പിന്നെ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. ഊഞ്ഞാലാടുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. പക്ഷെ നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ പാടി. കോഡ് നമ്പർ 810. समस्तं जगन्मोहयत्येव गीतं समस्तं जगन्मोहयत्येव गीतं संगीतम्. ഇതാണ് ഞങ്ങളുടെ ടീം. പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് പോയി.
അപ്പം ഞങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നടന്ന സംഘഗാന മത്സരത്തിന്റെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം അഷ്ടപദിക്കൊക്കെ 5 ആൾക്ക് ബി ഗ്രേഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിനെങ്ങനെ ബി ഗ്രേഡൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു, അറിയില്ല. അപ്പൊ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. നല്ല സന്തോഷമായിട്ട് എല്ലാവർക്കും. പിന്നെ ഞങ്ങള് മീഡിയയിൽ പോയിട്ടോ. ആദ്യം ജീവൻ TV എന്ന് പറഞ്ഞൊരു ചാനലിലാണ് പോയത്. പിന്നെ കേരള വിഷൻ എന്ന് പറഞ്ഞൊരു ചാനലിലായിരുന്നു. അവിടെ ഞങ്ങൾ രണ്ടുപേര് പാടി, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. നല്ല രസമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ അമൃത TVയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. യുഗളം നോ ദേവി നയതി തേ സവിധം രസവിലാസപരം ശിവദം ശ്രോത്രപീയൂഷം സമധി ഗച്ഛാമോരമ്യം മാനസാഭരണം അനഘമക്ഷയമതുലഗീതം സച്ചിദാനന്ദം ശ്രവണയുഗളം നോ ദേവി നയതി തേ സവിധം രസവിലാസപരം ശിവദം ശ്രോത്രപീയൂഷം സരി മരി മപ സരി പമരി മാപ രി പാനി സരി മരി സനി പ സരി മരി സനി സാനി പ മാ പാനി പനി സരി സനി പ മരി സ സൗദിതേ സർവദിഷ്ടം സ്വന്തവൈവാസനെ സുധാതൈരനേകൈ സുരാസൈ സുരാമി സമസ്തം ജഗന്മോഹയത്യേവ സമസ്തം ജഗന്മോഹയത്യേവ ഗീതം സമസ്തം ജഗന്മോഹയത്യേവ ഗീതം സംഗീതം. മനസ്സിലാവുന്നുണ്ട്, അവർക്ക് ഞങ്ങൾ നമ്മുടെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു പരാതി. അതെ, അങ്ങനെയുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? നിങ്ങൾ പറയുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ തോന്നുന്നുണ്ടോ? കാസർഗോഡ് നിന്ന് ഒരു തിരുവനന്തപുരത്തെത്തിയിട്ട് ഉണ്ടോ? രാവിലെ ഞങ്ങൾ ചില കൂട്ടുകാർ പറഞ്ഞു. അപ്പൊ ശരിയോ? ഓക്കെ, അപ്പൊ എല്ലാ ഭാഷയും പഠിക്കാം. അതെ, 13 ജില്ലകളിലും പഠിക്കാം. ബാക്കി ശരി. എല്ലാവരും ആശംസകളും. ഓക്കെ, താങ്ക് യു. രാജേഷേ, ഇതിന് പിന്നെ ഞങ്ങള് ശ്രീകണ്ഠൻ നായർ സാറെ കണ്ടു. ഓരോരോ ആളോടായിട്ട് ഇങ്ങനെ കലോത്സവത്തിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അറിയുന്നുണ്ടായിരുന്നു. ഭക്ഷണം കൊടുക്കുക, അതും പരാതികളില്ലാതെ. അതാണല്ലോ ഏറ്റവും പ്രധാനം. 3 പേർക്ക് ഭക്ഷണം കൊടുത്താൽ 30 അഭിപ്രായങ്ങളില്ല. അതെ, എനിക്ക് തോന്നുന്നത് സംസ്ഥാന അന്നദാതാവ് എന്നുള്ള രീതിയിൽ പുള്ളിക്ക് ഒരു അവാർഡ് കൊടുക്കുക. പിന്നെ ഞങ്ങളോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വിശേഷം? പരിപാടിയൊക്കെ കണ്ടോ? എങ്ങനെയുണ്ട്? പ്രോഗ്രാമൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ മത്സരിച്ചവരാണോ? കാണാൻ വന്നവരാണോ ഞാൻ വിചാരിച്ചു. അല്ലല്ലേ? ഓക്കെ. അപ്പൊ സംഘഗാനത്തിലാണോ മത്സരിച്ചത്? സംസ്കൃത സംഘഗാനം. സംസ്കൃത സംഘഗാനം. ഒരു ലൈനൊന്ന് പാടി നോക്കട്ടെ. സംസ്കൃത സംഘഗാനം.
അസിൻ ചേച്ചിനെ കണ്ടു. ചേച്ചിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെ പോയി. നാളെ എനിക്ക് പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ നാളെ ഇടുന്നതായിരിക്കും. ടാറ്റാ.